ഒരിക്കലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു വഴുതനങ്ങ കറി കേട്ടോ ഇത്. ഇനി വഴുതനങ്ങ ഇഷ്ടമല്ലെന്ന് ആരും പറയില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കഴിക്കാത്തവർ പോലും കഴിക്കൂട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ കറി കേട്ടോ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാട്ടോ. ഇത് തൊലി കളയണമെന്നൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വയറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാട്ടോ. ഒരു ചെറിയ തീയിലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും. ഇത്രയൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വൈറ്റ് എള്ള് വേണമെങ്കിലും എടുക്കാട്ടോ. ഞാനിവിടെ ബ്ലാക്ക് ഉള്ളത് കൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. അതും ചേർത്ത് വീണ്ടും ഒന്നങ്ങ് വയറ്റി എടുക്കാട്ടോ. ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞു വരണം, അതുവരെയും മതിയാവും. ഇതുവരെ മതിയാവട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് വയറ്റി എടുക്കാട്ടോ. പിന്നെ വെളുത്തുള്ളി അല്ലി ചെറുതാണെങ്കിൽ ഒരു 3 വരെ എടുക്കണം കേട്ടോ. ഇത് വീണ്ടും ഒന്ന് വേവുന്നത് വരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ചെറുതായിട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകവും കൂടെ ചേർത്ത് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം ആ കളറൊക്കെ സവാളയുടെ മാറുന്ന വരെയും ഒന്നങ്ങ് വയറ്റി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളവും കൂടെ ചേർത്ത് ഇതങ്ങ് നന്നായി അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഈ പരുവം വരെയൊക്കെ ഒന്ന് അരച്ചെടുത്ത് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുത്ത അതേ പാൻ തന്നെ വീണ്ടും ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ നീളത്തിൽ അത്യാവശ്യം കനത്തിൽ അരിഞ്ഞെടുത്ത വഴുതണങ്ങയും കൂടെ ചേർത്തങ്ങ് കൊടുത്തൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിനെ കത്രിക്കയെന്നും പറയൂട്ടോ. ഇത് അത്യാവശ്യം കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരണം. ഒരുപാടങ്ങ് വെന്തൊന്നും പോകേണ്ടതാണ്. ഈ പരുവം വരെ ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കറിയാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ഈ സ്റ്റെപ്പ് മറക്കാതെ ഒന്ന് ചെയ്യൂ കേട്ടോ. ഇതിനി കോരി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാളയുടെ പകുതി മാത്രം അരിഞ്ഞ് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്നങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും അതും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും കേട്ടോ. ഇതുവരെയൊക്കെ ആകുമ്പോഴേക്കും ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ഓൾറെഡി നമ്മൾ ഈ മിക്സിൽ ചേർത്തേക്കുന്ന എല്ലാം ഒന്ന് വേവിച്ചെടുത്തതാണെങ്കിലും ഒരു കുറച്ച് സമയം കൂടെ ഒരു മിനിറ്റ് വരെയൊക്കെ ഒന്നങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്നങ്ങ് വയറ്റി കൊടുക്കാം. ഇപ്പൊ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്, അതുവരെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണൊക്കെ ഗരം മസാലയും കൂടെ ചേർത്ത് വീണ്ടും പൊടികളുടെ പച്ചമണം ഒക്കെ മാറുന്നവരെ നന്നായിട്ട് അങ്ങ് വയറ്റി കൊടുക്കാം കേട്ടോ. അതും 1 മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പൊ പൊടികളുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ചേർക്കണം. ഞാനിവിടെ ആദ്യം ഒരു 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ആ മസാലയും വെള്ളവുമായിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുക. വീണ്ടും ഒന്ന് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ഈ സമയം ഒന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുവരെയും ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് തിളയ്ക്കുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം.
അവിടെ ഇപ്പൊ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ച വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും. ഓൾറെഡി നമ്മൾ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് വേവിച്ചെടുത്തതും കൂടെയാണ്. അപ്പൊ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. താണ്ടെ ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. താണ്ടെ നമ്മുടെ കറിയൊക്കെ നമ്മുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ. ഇനി വഴുതനങ്ങ ഇഷ്ടമല്ലെന്ന് ആരും പറയില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റിയാ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇനിയും നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.